അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വിഷയത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടിയിരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് ഈ ഒരവസരത്തിൽ അഭിമുഖീകരിക്കുന്നത് എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ വിവിഷയകമായി പുതിയ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില പുത്തൻ പ്രവണതകളുടെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, അവിടുത്തെ ആദരിക്കാനും അംഗീകരിക്കുവാനും പരിപൂർണമായി സന്മനസ് കാണിക്കുന്ന ഒരു ഉമ്മത്ത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. 6 വർഷം മുമ്പ് ബോംബെയിലെ ജാലിയൻവാല എന്ന് പറയുന്ന ആളിൽ നിന്ന് കിട്ടിയെന്ന് അവകാശപ്പെട്ടതായ കേശം അതിന്റെ ആധികാരികത വിശദീകരിക്കാൻ കഴിയാഞ്ഞിട്ടായിരുന്നുവല്ലോ 2009 അഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന ഒരു അറബി സഹോദരനിലൂടെ മുടി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് മുടി അത് AP ഉസ്താദിന് കിട്ടിയതാണ്. അത് AP ഉസ്താദും അള്ളാഹുവും തമ്മിലായിക്കോട്ടെ. പക്ഷെ ഈ മുടിയുടെ പേരിൽ സമസ്തക്കാർ നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതനുവദിക്കരുത്. ഇതാണ് അവരുടെ സംഘടനാ നിലപാട്. മുടി AP ഉസ്താദിന് കിട്ടിയതാണ്. അത് AP ഉസ്താദിന് വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് നമുക്കത് അംഗീകരിക്കാം. അല്ലാതെ അതിന്റെ പിന്നാലെ പോയി ചർച്ച ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിൽക്കേണ്ടതില്ല. പക്ഷേ ഈ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതനുവദിക്കരുത്. ഇതാണ് അവരുടെ സംഘടനാ നിലപാടെന്ന് പറയുന്നത്. സത്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജം ചമച്ച് കൃത്രിമമായി ആരോപിച്ചുകൊണ്ടുള്ളതാണ് ഈ കേശം എന്ന് തിരിച്ചറിയാത്തതായി കാന്തപുരത്തിന്റെ കൂടാരത്തിൽ പോലും ഒരൊറ്റ ആളില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ടാണ് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സംവാദത്തിന് വേണ്ടി ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും സംവാദത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംവാദ വ്യവസ്ഥ എഴുതി കുട്ടികൾ എവിടെ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് കെണിയാകുമോ എന്ന് ഭയപ്പെട്ട് കാരന്തൂർ മർക്കസിലെ മുടിയെക്കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ആദ്യഘട്ടത്തിൽ വെല്ലൂരിലേക്കും പിന്നെ അവിടെ നിന്ന് ലോകത്തുള്ള എല്ലാ ആധാറുകളും ചർച്ച ചെയ്താലേ ഞങ്ങളുടെ മർക്കസിലെ മുടിയെ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ എന്നുള്ളിടത്തേക്ക് അവർ എത്തിപ്പെട്ടത്. എന്നിട്ട് അതിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് ലോകത്തുള്ള ആധാറുകളെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് വിശേഷിക്കപ്പെടുന്ന ലോകത്ത് നിലനിൽക്കുന്ന ആധാറുകളെല്ലാം തങ്ങളുടെ ആധാറ് പോലെ തന്നെയാണ്, അല്ല തങ്ങളുടെ കയ്യിലുള്ള പ്രവാചക തിരുശേഷിപ്പുകൾ എന്ന് പറയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ട് നടക്കുന്ന സാധനം പോലെയാണ് എന്ന് വരുത്തി തീർത്ത് വഹാബിസത്തിന്റെ പുതിയ ഒരു ആദർശമാണ് സത്യത്തിൽ ഈ കാന്തപുരം മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സക്കരിയ സലാഹിയും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ ഏതൊരാശയത്തിലേക്കാണോ ആളുകളെ കൊണ്ടുപോയിരുന്നത് അതേ ഒരു തലത്തിലേക്കാണ് ലോകത്തുള്ള എല്ലാ ആധാറുകളും, ലോകത്തുള്ള എല്ലാ തിരുശേഷിപ്പുകൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങളും ഈ പറഞ്ഞ സാധനം പോലെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള യാതൊരു രേഖയും ഇല്ലാത്ത, അടിസ്ഥാനപരമായി പ്രാമാണികമായ കൈമാറ്റ രേഖയോ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതായ ഒരു ചരിത്രത്തിന്റെ പിൻബലമോ ഇല്ലാത്ത ഞങ്ങളുടെ മർക്കസിലുള്ള മുടി പോലെ തന്നെയാണ് ലോകത്തിലുള്ള അംഗീകൃതമായ എല്ലാ ആധാറുകളും എന്ന് വരുത്തി തീർക്കുവാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ടു വഹാബിസത്തിനെ എതിർക്കുന്നവർ എന്ന് പറഞ്ഞു വഹാബിസത്തിനെ അംഗീകരിക്കുവാൻ വേണ്ടി സക്കരിയ സ്വലാഹിയുടെ വാദങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ KNMന്റെയും അല്ലെങ്കിൽ സലാം സുല്ലമിയുടെയും ആശയങ്ങൾ ഏതൊരു രീതിയിലായിരുന്നോ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, അതാണ് മുടിയാനന്തരം കാന്തപുരം സുന്നികൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ സമൂഹത്തെ ചർച്ച ചെയ്യുമ്പോൾ മുടിക്ക് മുമ്പുണ്ടായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും
മുടിക്ക് ശേഷമുണ്ടായിരുന്ന ആശയവും വ്യക്തമായി ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ഒരു ഭാഗം വിധേയമാക്കപ്പെട്ടു, ബാക്കി ഇവിടെ വിധേയമാക്കപ്പെടാനിരിക്കുന്നു. കാരണം എന്താ? ലോകത്തുള്ളതായ ആസാറുകളെ ചർച്ച ചെയ്തുകൊണ്ട് കടന്നുപോയി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറെ മുബാറക്കിന് നിയലുണ്ടാകുമെന്ന് പറഞ്ഞത് യുക്തിവാദമാണ് എന്ന് വരുത്തി തീർത്തു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് നിയലുണ്ടാകില്ല എന്നുള്ള വാദം യുക്തിവാദമാണ് എന്ന് സ്ഥാപിച്ചതിന്റെ ശേഷം മുഅ്ജിസത്തിനെയും കറാമത്തിനെയും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് സലാം സുല്ലമി ഏത് രൂപത്തിലായിരുന്നോ സമൂഹത്തെ തന്റെ ആശയഗതികളിലേക്ക്, വഹാബിസത്തിന്റെ ദർശനങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത്, അതേ ആശയഗതികളിലേക്കാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പെയിന്ററും പബ്ലിഷറുമായ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന സിറാജിന്റെ താളുകളിൽ കൂടി OM തരുവണ എന്ന് പറയുന്ന അവരുടെ കോളമിസ്റ്റ് എഴുതി വെച്ചത്. സത്യത്തിൽ മുഅ്ജിസത്തിനെ നിഷേധിച്ചുകൊണ്ട്, കറാമത്തിനെ നിഷേധിച്ചുകൊണ്ട്, ഇസ്തിഗാസയെയും തവസ്സുലിനെയും ഒക്കെ നിഷേധിക്കുന്നിടത്തേക്ക് മുടിയാനന്തരം കാന്തപുരം സുന്നികൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ചില്ലറ വിഷയമല്ല, മറിച്ച് തങ്ങളുടെ കയ്യിലുള്ള യാതൊരു രേഖയുമില്ലാത്ത, ഒരു ചരിത്രത്തിന്റെ പിൻബലവും അംഗീകരിക്കാൻ കഴിയാത്ത, പ്രാമാണികമായി കൊണ്ട് ഒന്നും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ കഴിയാത്ത കേവല ചില മുടിനാരികൾക്ക് വേണ്ടി ഇവർ ആശയങ്ങളെ മുഴുവനും കലക്കി കുടിച്ച്, അല്ലെങ്കിൽ അതിനെ മുഴുവനും ഇളക്കിമറിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും ഇതനുവദിച്ചുകൂടാ എന്നുള്ള പ്രഖ്യാപനവുമായി കടന്നു വരുന്നത്. ഇത് കേവലം പ്രാസ്ഥാനികമായ വിഷയമല്ല, ഇത് കേവലം സംഘടനാപരമായ പക്ഷാപാതിത്വങ്ങളല്ല, മറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇത് കേവലം ഒരു ഹദീസ് മൗദൂ ആയിക്കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെയുമല്ല, മറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന അവ്വലുൽ ഖൽഖായ, ലോകത്ത് ആദ്യമായി കൊണ്ട് പടക്കപ്പെട്ട പ്രകാശത്തിന്റെ ഉടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ ഭാഗമായ തിരുകേശത്തെ കുറിച്ചാണ് ചർച്ച. ആ തിരുകേശം വ്യാജമാണെന്ന് പറയുന്നു. അത് വ്യാജമാണെന്ന് സമർത്ഥിക്കുക, അത് ഒറിജിനലാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വ്യാജ സനദുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കുന്നു. ആ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ കോഴിക്കോട് ഫസ്റ്റ് നമ്മൾ അരയിടത്ത് പാലത്ത് വെച്ചുകൊണ്ട് ഉലമാ കോൺഫറൻസ് സംഘടിപ്പിച്ച് അതിൽ വെച്ചുകൊണ്ട് ആളുകളെ എണ്ണി പറഞ്ഞു. അതിന്റെ ശേഷം മാസങ്ങൾ ഒരുപാട് പിന്നിട്ടു. നിഷേധിക്കാൻ ഒരൊറ്റ ആൺകുട്ടിയും ഇന്നേ വരെ വന്നിട്ടില്ല. അതിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് തന്റെ കയ്യിലുള്ളതായ കേശം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വ്യാജ സനദുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു. അത് വ്യക്തമായി പകൽ വെളിച്ചം പോലെ മനസ്സിലായി. എന്നിട്ടും ഇവർ തിരുകേശം എന്നൊക്കെ പറഞ്ഞ് ഷഅറെ മുബാറക് എന്ന് പറഞ്ഞു, ഷഅറെ മുബാറക്കിനെ വിമർശിക്കുന്നവരാണ് നമ്മളെന്ന് പറഞ്ഞ് നാട് നീളെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കിട്ടുവാൻ വേണ്ടി ചില ആളുകളെ പിടിച്ച് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി കടന്നു വരികയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പച്ചപ്പുള്ളു പറഞ്ഞു, വ്യാജം ചമച്ച് കൃത്രിമമായി ഒരു ആസാറല്ലാത്ത സാധനം ആസാറാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നിഗൂഢമായ നീക്കങ്ങൾ നടന്ന് അവസാനം കയ്യോടുകൂടി പിടിക്കപ്പെട്ടപ്പോ പഞ്ചായത്തിന് കടന്നു വരികയാ. പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പൊള്ളു പറഞ്ഞുകൊണ്ട് സമൂഹത്തെ മുഴുവനും വഞ്ചിച്ച് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്തരത്തിൽ അതിക്രമം കാണിച്ച ആളുകളുമായി കൊണ്ട് എന്ത് കോംപ്രമൈസ്? പറ്റില്ല. ആദ്യമേ നിങ്ങൾ പറഞ്ഞതായ ഒരു വാക്കുണ്ടായിരുന്നു, ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഖേദിച്ച് മടങ്ങിക്കോളാ, ഞങ്ങൾ അത് തിരിച്ചു കൊടുത്തോളാ എന്ന് പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിലേക്ക് ആ ക്ലിപ്പിങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല? ഇത് വ്യാജകേശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഇനി സമ്മതിച്ചാൽ തങ്ങളുടെ പ്രാസ്ഥാനികമായ നിലനിൽപ്പ് അവതാളത്തിലായി പോയേക്കുമോ എന്ന ഒരു ദുരഭിമാനത്തിന്റെ ചിന്ത മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ അലട്ടുന്നത്. അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നിങ്ങളുടെ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമക്കോ അല്ലെങ്കിൽ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമക്കോ സാധിക്കുമോ? അല്ല നിങ്ങളുടെ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന് സാധിക്കുമോ? സുന്നി മാനേജ്മെന്റ് അസോസിയേഷനോ SYS SSF ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ആധികാരികമായി കൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള മർക്കസിൽ നിന്നും സൂക്ഷിച്ചിട്ടുള്ളതായ കേശം അത് തിരുകേശമാണെന്നോ ഷഅർ മുബാറക്കാണെന്നോ വ്യവസ്ഥാപിതമായി സംഘടനയുടെ ചട്ടവട്ട തകത്തളത്തിൽ നിന്നുകൊണ്ട് പ്രാസ്ഥാനികമായി കൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അത് സാധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ചില ഈനാം പേച്ചുകൾ മാത്രം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രാസ്ഥാനികമായ ബാധ്യതകളില്ല. ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല മറുപടി പറയാൻ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ ഷഅർ വിശ്വസിച്ചോട്ടെ. പക്ഷേ ഇതിന്റെ പേരിൽ നമ്മളെ ഇല്ലാതെയാക്കാൻ സമസ്തക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയാകും.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ ഉയർന്നു വന്ന എല്ലാ പ്രാസ്ഥാനികമായ കക്ഷികളും അങ്ങനെ തന്നെയാ. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർ അധപതിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും വളർത്തിക്കൊണ്ടുവന്ന, ഇന്ന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദും സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകൾക്കും വരാനുള്ളത് എന്നുകൂടി ഇവിടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് സംഘടനകളെ അതിക്രമം കാണിക്കുവാൻ വേണ്ടി ചില വ്യാജങ്ങളായ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവും അതുപോലെ തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരും നടത്തിയതായ പത്രസമ്മേളനത്തിലെ ക്ലിപ്പിങ്ങുകൾ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തിയെടുത്ത് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമല്ല, മറിച്ച് മറ്റൊരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം എടുത്തുകൊണ്ട് കണക്ട് ചെയ്ത് സ്വന്തം അണികളെ സംതൃപ്തരാക്കി വെക്കുകയാണ്. സ്വന്തം അണികളെ സംതൃപ്തരാക്കുവാൻ ഏത് രൂപത്തിലായിരുന്നോ ഹുസൈൻ സലഫിയും അല്ലെങ്കിൽ സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ വ്യാജ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് സാക്ഷാൽ വിഘടിത കുട്ടികൾ, കാന്തപുരത്തിന്റെ കുട്ടികൾ ഇപ്പോൾ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിരവധി രേഖകൾ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാ. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരമല്ല, മറിച്ച് മറ്റേതെങ്കിലും ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം എടുത്തുകൊണ്ട് അതിനോട് ജോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഫൈസി ഉരുണ്ട് കളിക്കുന്നത് കണ്ടോ, അമ്പലക്കടവ് കുഴഞ്ഞു മറിഞ്ഞു കളിക്കുന്നത് കണ്ടോ, അദ്ദേഹം വഷളാവുന്നത് കണ്ടോ, ഹായ് എന്ത് രസം! അത് കേട്ടുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് തക്ബീർ മുഴക്കി പോവാൻ കുറച്ച് കൂലിപ്പെട്ട ആൾക്കാരും. ആ പാവങ്ങൾ വിചാരിക്കുന്നത് സത്യമാണെന്നാണ്. പക്ഷേ സത്യത്തിന്റെ യഥാർത്ഥമായ വസ്തുതകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയാണ്. അല്ലാഹു തആല നിങ്ങൾക്കെല്ലാവർക്കും ആ ധർമ്മബോധനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ കേവലം കാന്തപുരത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രാസ്ഥാനികമായ ആ ഒരു അടിസ്ഥാനത്തിലും മാത്രം ഒതുങ്ങിക്കൊണ്ട് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പണയം വെച്ചാൽ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇത് കേവലം തമാശയല്ല. ഓർക്കുന്നുണ്ടോ, ഈ കേശം ആദ്യമായിക്കൊണ്ട് രണ്ടാമത്തെ ഘട്ടം കേശം കടന്നു വന്നപ്പോ അഹമ്മദ് അസ്രജിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊട്ടും കൊരവയും നിങ്ങൾ കാരന്തൂരി വെച്ചുകൊണ്ടുണ്ടാക്കി. ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, എന്ന് പറഞ്ഞ് അഹമ്മദ് മുഹമ്മദ് ഹസൻ അസ്രജി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പിതൃ പരമ്പര വായിച്ചുകൊണ്ട് കടന്നുപോയി. സാക്ഷാൽ മാലിക് ബിൻ അജ്ലാൻ വരെ ചെന്നുമുട്ടുന്നതായ സഹാബി വരെ ചെന്നുമുട്ടുന്ന പരമ്പര വായിച്ചു. ഇതാ മുടിയുടെ സനദ് എന്ന് പ്രഖ്യാപിച്ചു. കാന്തപുരം പ്രഖ്യാപിച്ചു. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ഉസ്താദുമാർ മശായിഖന്മാർ ഇങ്ങനെയാ മുടി വന്നത് എന്നാണ്. അവസാനം എന്തുണ്ടായി? ബഹുമാനപ്പെട്ട നമ്മുടെ ബോംബെയിലുള്ള ഖുവ്വത്തുൽ ഇസ്ലാം അറബിക് കോളേജിലെ അധ്യാപകന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി കൊണ്ട് ജാലിയ വാല എന്ന് പറഞ്ഞ ഒന്നാം ഘട്ടം മുടി തേടിയ ആളെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിച്ചു പോയതാ. അപ്പയാണ് കള്ളി വെളിച്ചത്തായത്. രണ്ടാം ഘട്ടം മുടി വന്നതും ആ ബോംബെക്കാരനായ മുടിക്കച്ചവടക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്നും അതുപോലെ തന്നെ സ്വഹാബത്തിന്റേതും അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന്റേതെന്നും പറഞ്ഞ് പവിത്രങ്ങളെന്ന് അവകാശപ്പെടുന്ന 40ഓളം വ്യാജ ആസാറുകൾ സൂക്ഷിച്ചിട്ടുള്ള ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യനെ ചെന്ന് തേടിപ്പിടിക്കുകയാ. ഇതെങ്ങനെ സാധിച്ചു? ഇത് സാധിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താ. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആരെങ്കിലും അതിക്രമം നടത്തി കഴിഞ്ഞാൽ അവരെ എങ്ങനെ പിടികൂടാൻ സാധിക്കും? അല്ലാഹു തആല ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചത് കേവലം ഒരു നിയോഗമായിരിക്കാം. അത് സാമുദായികമായിട്ടുള്ള കർത്തവ്യത്തിന്റെയും അപ്പുറം അല്ലാഹു തെരഞ്ഞെടുത്തതായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിലും, നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടില്ലെങ്കിലും, ഒരൊറ്റ SKSF-കാരനും SYS-കാരനും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളതും ഇല്ലെങ്കിലും അല്ലാഹു തആല അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുവാൻ ഒരു മാർഗമുണ്ടാക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ആ മാർഗമാണ് ജാലിയവാല എന്ന് പറയുന്ന ബോംബെയിലെ ഗോഡ്ദേവൽ അമ്പലത്തിന്റെ അപ്പുറത്തുള്ള ഫ്ളാറ്റിൽ മുടിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ ചെന്നെത്തിച്ചത്. അവിടെ ചെന്നു, അവസാനം മുടിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു, കിട്ടി 7 മുടി. അതോടുകൂടി നമ്മുടെ ആ ജാലിയവാലയുമായി സന്ധിക്കുന്നതോടുകൂടിയാണ് ഇവിടെ സംഗതികൾ കുഴഞ്ഞു മറിയുന്നത്. അത് കുഴഞ്ഞു മറിഞ്ഞപ്പോ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലിയുടെ നേതൃത്വത്തിൽ ഇവിടെ ചില പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടായപ്പോൾ ഇവരുടെ അടിയിൽ നിന്നുകൊണ്ട് മണ്ണിളകാൻ തുടങ്ങി. അവിടെയാണ് ചില പ്രഖ്യാപനങ്ങൾ മാറിയത്. നമ്മൾ പല വേദികളിലും വെച്ചുകൊണ്ട് കാണിച്ചതാണ്, ആവർത്തിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ചില ആളുകൾ അതായത് സത്യം എവിടെയുണ്ടെങ്കിലും അത് കേൾക്കുവാനോ അത് മനസ്സിലാക്കുവാനോ സമസ്തയുടെയോ SKSF-ന്റെയോ SYS-ന്റെയോ പരിപാടികളിലേക്ക് വരാനും അത് മനസ്സിലാക്കുവാനും താല്പര്യമില്ലാത്തതായ ചില ആളുകൾ സനദ് മർക്കസ് എന്ന് വായിച്ചില്ലേ,
അഹമ്മദ് അസ്ഹറിക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് ഉസ്താദ്മാർ മശായിഖമാർ അങ്ങനെ മുടി കിട്ടിയത് അത് ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ച് വായിച്ചതാ. ഇപ്പോഴും അങ്ങനെ ചില കിണറ്റിലെ തവളകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ. നമുക്കവരോട് സഹതപിക്കാം, അല്ലാതെന്ത് ചെയ്യാനാ? ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അന്ന് മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ആ ഇഖ്ബാൽ ഈ അഹമ്മദ് അസ്ഹറിക്ക് തന്റെ പിതൃ പരമ്പരയിലൂടെയാണ്, സഹാബത്തിന്റെ പരമ്പരയിലൂടെയാണ് മുടി കടന്നു വന്നത് എന്ന്. ഇപ്പോൾ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന ആ ബോംബെയിലെ മുടിക്കച്ചവടക്കാരന്റെ കയ്യിലൂടെയാണ് ഈ കേശം കടന്നു വന്നത് എന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിക്കുവാൻ അവരും നിർബന്ധിതരായി തീരുകയാണ്. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതാ പറയുന്നു, എനിക്ക് കിട്ടിയതായ അതേ സ്ഥലത്ത് നിന്ന് തന്നെ 6 വർഷം മുമ്പ് മുഹമ്മദ് ഇഖ്ബാൽ ജാലിയ വാലയുടെ കയ്യിലൂടെ തനിക്ക് മുടി കിട്ടിയെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. അതാ അദ്ദേഹം ഇപ്പോ തുടർന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന് കിട്ടിയതായ അതേ മുടിയെ കുറിച്ചുകൊണ്ടാണ് AP പ്രതികരിക്കുന്നത്. ആ ഭാഗം ഒന്ന് ആദ്യം നിങ്ങൾ കേൾക്കുക. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസു തഖാഫത്തി സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. നമ്മൾ ഇവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വിചാരിച്ചിരുന്നത് കാന്തപുരമാണല്ലോ, കാരണം സത്യം പറഞ്ഞ് പരിചയമില്ലാത്ത ആളാ. കളവ് അദ്ദേഹത്തിന്റെ ദൗർബല്യമാ, ഞാൻ വെറുതെ പറയുന്നതല്ല. നിരവധി തെളിവുകളുടെ ശൃംഖലകളും കൊട്ടകളും നമുക്ക് മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചില കുട്ടികൾ ചോദിച്ചു കൊണ്ടിരിക്കാറുണ്ട്, എന്തേ നിങ്ങൾ AP ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ സനത് ചോദിക്കുന്നത്? അതെന്നാ കാരണം? AP ആയതുകൊണ്ട് തന്നെയാ ഞങ്ങൾ സനത് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനിയും തിരിഞ്ഞിട്ടില്ല. AP ഉസ്താദിന്റെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു ഉസൂല്, മറ്റുള്ളവരുടെ കയ്യിലെത്തുമ്പോൾ മറ്റൊരു ഉസൂല്. അത് ഞങ്ങൾ സമ്മതിക്കൂല. എന്താ സമ്മതിക്കാഞ്ഞ്? എന്തേ സമ്മതിക്കാത്തത്? AP എന്ന് പറയുന്ന സാധനത്തിന് നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചുകൊണ്ട് ചോദിക്കുന്നത്. കാരണം കളവ് മാത്രം പരിചയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി പദത്തിലൂടെ ഞങ്ങൾക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമസ്തയിൽ നിന്ന് കുന്നിക്ക് പിടിച്ച് വലിച്ചെറിഞ്ഞത്. വെറുതെ ഒന്നുമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും വെറുതെയല്ല കാന്തപുരത്തിനെ പുറത്താക്കിയത്. വായിക്കുക, ചരിത്രം പഠിക്കുക. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയത് കൊണ്ടാവില്ല. ആണത്തമുണ്ടെങ്കിൽ പ്രതികരിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഏതെങ്കിലും ചില കുട്ടികളെ നുണ പറഞ്ഞ് പരിചയമുള്ള ക്ലിപ്പുകൾ കട്ടുവെക്കുവാൻ പ്രാവീണ്യം നേടിയതായ ചില കുട്ടികളെ ഇളക്കി വിട്ടത് കൊണ്ടായില്ല. ഞങ്ങൾ ഇതാധികാരികമായിക്കൊണ്ടാ പരിപാടി വെക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ കഴിഞ്ഞ് അതിന്റെ സുപ്രീം കൗൺസിലായ മുഷാവറ കഴിഞ്ഞുകൊണ്ടാണ് ഉസ്താദുമാർ ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ട SYSന്റെ SMFന്റെ SKSFന്റെ സമുന്നതരായ നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭ സമിതി ഇവിടെ സംഘടിപ്പിച്ചതും ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും. വെറുതെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് സമൂഹത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. ഇത് കേവലം പ്രാസ്ഥാനികമല്ല. ഇത് കേവലം ഒരു പ്രാസ്ഥാനികമായ വിവാദമല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സത്യം മനസ്സിലാക്കുവാൻ സന്മനസ് കാണിക്കണമെന്നാണ് വിനയപുരസരം അഭ്യർത്ഥിക്കുവാനുള്ളത്. പിന്നെ രണ്ടാമതായി, ഇത് എന്തിനു കിട്ടി? ചില വൈരുദ്ധ്യങ്ങൾ ഇതാ കാണുന്നു. നുണ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോളൂ. മുടി നമ്മൾ അപേക്ഷിക്കുന്നത് കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ഒരാളെ പറഞ്ഞു, ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ വെച്ച് ബറക്കത്തെടുക്കാനാണ്, അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെ ഷഹർ മുബാറക്കിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ്. ആ സാധു ഒരു ഷഹർ മുബാറക്കിൽ നിന്നുള്ള 7 മുളച്ചുണ്ടായ ഇതളുകൾ അതാണ് ഇവർക്ക് നൽകിയത്. ഇരിക്കട്ടെ, അയാളെ കലാഭാവനങ്ങൾ കണ്ടോ? അവിടെ ഒരു പച്ച കുമ്പുണ്ടാക്കും, അതിൽ നിങ്ങളെ പേര് ഇയാൾക്ക് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ആർക്ക്? ഈ പറഞ്ഞതായ ആക്ക് പേരുണ്ടെങ്കിൽ എന്തും നടക്കും. ചിലടത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കാന്തപുരം പള്ളി ഉണ്ടാക്കുന്നതാണ്. മൂപ്പർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല, ഉണ്ടാക്കൂല. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവന നല്ല ഭാവനയാണ്. അതൊന്നും കൂടി കേൾക്കട്ടെ, നല്ല രസമുണ്ട്. നമ്മൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലാത്ത, ആർക്കും ഒറ്റയടിക്ക് എത്തിപ്പെടാൻ കഴിയാതെ ഇയാൾ ഇങ്ങനെ വിദഗ്ധമായിട്ടാണ് നുണ പറയുന്നത്. കേൾക്കുമ്പോ ശരിയാണ് വിചാരിച്ചു. എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുബ്ബയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുബ്ബയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ
എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അപ്പൊ ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് മുടി അപേക്ഷിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് മുടിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത് എന്നാണ് ഇവിടെ സ്വപ്നവിലാസം പടുത്തുയർത്തുവാൻ വേണ്ടി വിദഗ്ധനായ കവിഭാവനയുള്ളതായ നുണപ്രചാരകൻ പറഞ്ഞത്. അദ്ദേഹമാണ് ഇപ്പോ ഈ മുടിയുടെ സൂക്ഷിപ്പുകാരനെ നടക്കുന്നത്. പറ്റോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ നൗഷാദിന്റെയും അതുപോലെ തന്നെ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെയും ഈ ക്ലിപ്പ് മാത്രം ചേർത്ത് വെച്ചാൽ മതി, വായിച്ചു നോക്കുക. നിങ്ങൾ ഇങ്ങനെ പലതും ഇവിടെ പറഞ്ഞുകൊണ്ട് പറ്റിച്ചിട്ടുണ്ട്, ആളുകളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഇരിക്കട്ടെ. എന്നിട്ടോ അദ്ദേഹം അത് അടുത്തതായിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചെന്നറിയോ? ഈ പത്രസമ്മേളനം കഴിഞ്ഞു, നമ്മുടെ ആളുകൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. സംഘടന തന്റെ കൂടെയില്ല, തന്റെ നേതാവായിക്കൊണ്ടോ തന്റെ പ്രചാരകരായിക്കൊണ്ടോ ഉണ്ടായിരുന്ന ഒരൊറ്റ ആളുമില്ല. സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ മൗലവി പോലുമില്ല. ഈ ഒരു കാലാവസ്ഥയിലാണ്, കാരണം മൂപ്പര് പണ്ട് സനത് നോക്കാൻ വേണ്ടിയിട്ട് ഹമീദ് ഫൈദിനെ വെല്ലുവിളിച്ച് പോയതാ, സംഗതി പറയാതെ ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് വരീന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിക്കുവാൻ വേണ്ടി കടന്നു വന്നു ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും കഴിഞ്ഞ തവണ ഈ ദുബൈയിലെ ഔക്കാഫിന്റെ പ്രതിനിധിയായിക്കൊണ്ട് അവിടെ ഹോളി ഖുർആൻ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോ 11-ാം തീയതി 12-ാം തീയതിയാണ് ഇവരുടെ ഫംഗ്ഷൻ. അതിനു വേണ്ടി കടന്നു വന്നപ്പോ 11-ാം തീയതിയത്തെ പത്രത്തിൽ SKSSF പ്രത്യേകമായ പത്രക്കുറിപ്പ് ഇറക്കി. അവിടെയുള്ള മലയാള പത്രങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് ഇവരെ ക്ഷണിച്ചിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരും ഇവിടെയുണ്ട്, നമുക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് മുടിയുടെ സനത് മുടിദാതാവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. അതാ കടന്നു വരാം ഇൻഷാ അല്ലാഹ് അതിന്റെ മുമ്പിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എങ്ങനെയൊക്കെയോ ആളുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ അങ്ങനെ അന്ന് സനത് നോക്കുവാൻ പോയതായ പേരോട് മൗലവിയെ പിന്നീട് കാണാതെ പാവം കാന്തപുരം മുസ്ലിയാർ തന്നെ നേരിട്ട് കൊണ്ട് നമ്മുടെ ചേളാരിക്കടുത്ത പടിക്കൽ കളിയാട്ടുമുക്കിൽ വെച്ചുകൊണ്ട് നടത്തിയതായ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മൂപ്പരൊറ്റക്ക, വേറെ ആരുമില്ല. കാരണം മുടി ഉസ്താദ് ഉണ്ടോന്നല്ലേ, അത് ഉസ്താദും അള്ളാഹു ആയിട്ടായിക്കോട്ടെ. പക്ഷെ നമ്മളെ പ്രശ്നം അതല്ല. ഇതിന്റെ പേരിൽ ഈക്കക്കാര് നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതനുവദിക്കരുത്. ഇതെന്ത് നയം, ഇതെന്ത് ഇസ്ലാം, ഇതെന്ത് സുന്നത്ത് ജമാഅത്ത്? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നമായിക്കൊണ്ട് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അവസാനം അയാള് തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇദ്ദേഹം പ്രസിദ്ധനാണെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന്. ആ ഭാഗം ഒന്ന് കേൾക്കി. കാരണം എന്താ, ജാലിയാവാല തന്നെ ചില്ലറാളൊന്നുമല്ല, അദ്ദേഹം പ്രസിദ്ധനാണ്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആധാറുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആധാറുകളെ ഒരുമിച്ച് കൂട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ ആധാറിൽ ലഭിക്കാൻ വേണ്ടി ലബനാനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അബൂദാബിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, പല നാട്ടിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അദ്ദേഹം വളരെ പ്രസിദ്ധനാണെന്ന് പറഞ്ഞല്ലോ. ലബനാനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അബൂദാബിയിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പല നാടുകളിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ള മൂപ്പര വക. കാരണം ഈ ലബനാൻ പണ്ഡിതനും അതുപോലെ തന്നെ അബൂദാബി പണ്ഡിതനും ഈ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നതായ ഈ ആളുകളൊക്കെ മുടിക്ക് വേണ്ടി അപേക്ഷിച്ചത് ഇവരൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കാന്തപുരം മുസ്ലിയാരുമായി വളഞ്ഞ വഴിക്ക് ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ കാന്തപുരവും ജാലിയാവാലയും ഈ അഹമ്മദ് അസ്രജിയും അടക്കമുള്ള, അതാണ് ആ മുക്കൂട്ട് മുന്നണി എന്ന് പറയുന്നത്. 1 കാന്തപുരം മുസ്ലിയാർ, 2 ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല, 3 അഹമ്മദ് അസ്രജി. ഈ മുക്കൂട്ട് മുന്നണിയുമായി പരസ്പരം ബന്ധമുള്ള ചില ആളുകൾ മുടിക്ക് വേണ്ടി അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാ, അതിന്റെ അപ്പുറം ഒന്നില്ല. ഇദ്ദേഹം ലോക പ്രസിദ്ധനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി, കഥ മെനഞ്ഞുണ്ടാക്കുവാൻ വേണ്ടി നല്ല പ്രാവീണ്യം നേടിയ നുണപ്രചാരകനായ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു നുണയാണ് അതെന്നുകൂടി നിങ്ങൾ ചേർത്ത് വായിക്കുക. പിന്നീട് അദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. കാരണം ഇദ്ദേഹം തന്നെ അവതാരിക എഴുതിയ ഒരു പുസ്തകമുണ്ട്, മർക്കസിലെ കുട്ടികൾ പ്രസിദ്ധീകരിച്ച തിരുകേശ മഹത്ത വർത്തമാനം എന്നുള്ളത്. ഈ ഒരു പുസ്തകം മാത്രമല്ല, സുന്നി വോയ്സിന്റെ താളിലുണ്ട്, അൽ-ഇർഫാദിന്റെ താളിലുണ്ട്. ഇങ്ങനെ നിരവധി അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വന്നതാണ്. ലോകത്ത് മുടികളിൽ സംശയമുണ്ടായപ്പോ അതിൽ ഈ പ്രവാചക കേശങ്ങൾക്ക് പറഞ്ഞതായ സിഫത്തുകൾ വെച്ചുകൊണ്ട്, വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് പരീക്ഷണ വിധേയമാക്കിയത്, അത് വെച്ചുകൊണ്ട് കത്തിച്ച് പരീക്ഷിച്ചു നോക്കിയത്. ഇവിടെ ഈ മുടി ഒറിജിനൽ ആണോ അല്ലയോ എന്നറിയുവാൻ വേണ്ടി ഇവർ പരസ്യമായിട്ട് കത്തിക്കുവോ? പ്രശ്നമായില്ലേ, കത്തിപ്പോയാലോ അദ്ദേഹത്തിന് ഒരു ആശങ്ക, അദ്ദേഹം ആ ആശങ്ക പങ്കുവെക്കുന്നു. പ്രസിദ്ധമായി കത്തിച്ചു നോക്കിയിട്ട് പരിശോധിക്കാം
എന്ന് പറയുന്നതിന് തെളിവ് എവിടെ? അത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഫുഖഹാഇന്റെ ഇബാറത്തിലുണ്ടോ? ഇത് തെളിയിക്കേണ്ടതാണ്. അത് തെളിയിക്കാത്ത കാലത്തോളം കിട്ടിപ്പോയി തെളിവ്, വ്യാജനാണെന്ന് തെളിവ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ആ പോക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായ വിഭാഗത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാ. സക്കരിയ സ്വലാഹിയുടെ ചോദ്യമാണത്, മുജാഹിദ് ബാലുശ്ശേരിയുടെ ചോദ്യമാണത്, സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്നതായ മൗലവിമാരുടെ ചോദ്യമാണത്. നേരിട്ട് കൊണ്ട് ഖുർആനിലേക്ക് പോകാം, ഹദീസിലേക്ക് പോവാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അദ്ദേഹം കുവൈത്ത് കരാർ എന്ന് പറയുന്നതായ ഒരു കരാറുണ്ടായിരുന്നു. കുവൈത്തിലെ നാദിർ നൂരി എന്ന് പറയുന്ന ഔക്കാഫിന്റെ ആളുമായി ചെന്നുകൊണ്ടൊരു കരാറുണ്ടാക്കി. അബ്ദുറഹ്മാൻ തർവേയുടെ കൂടെ, അതുപോലെ തന്നെ ജമാഅത്തിന്റെ വിവിധ ബിദഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോടൊപ്പം ചെന്നുകൊണ്ടൊരു കരാറുണ്ടാക്കി. ഒന്നാമത്തത് എന്താ കരാർ? വുജൂബ് റദ്ദി തനാസുഇ ഇലല്ലാഹി വറസൂലി ഇദാ മാ തനാസഅനാ മസാഇലിൻ മിൻ മസാഇലിൽ അഖീദ. വിശ്വാസപരമായ ഒരു കാര്യത്തിൽ നമ്മൾ തർക്കിക്കുകയാണെങ്കിൽ നേരിട്ട് കൊണ്ട് ഖുർആനിലേക്ക് പോവണം, നേരിട്ട് കൊണ്ട് സുന്നത്തിലേക്ക് പോവണം. അടിസ്ഥാനപരമായ അഹ്ലുസുന്നയുടെ ആശയഗതികളിൽ നിന്ന് സമൂഹത്തെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി കുവൈത്ത് കരാറിന്റെ 17 കരാറിൽ ഒന്നാമതായി കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതാ ഖുർആനിൽ നിന്ന് വേണം തെളിവ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണത്രേ. ഹദീസിൽ നിന്ന് വേണം തെളിവ്. പ്രാമാണികമായി കൊണ്ടുള്ളതായ മുൻഗാമികളായ ആളുകൾ പറഞ്ഞതൊന്നും പോരാ. നിങ്ങൾ എഴുതിയത് തന്നെ ഒരാവർത്തി വായിച്ചു നോക്കണം. ഞാൻ വായിക്കാൻ പോകുന്നത് തിരുകേശ മഹത്വ വർത്തമാനം എന്ന് പറയുന്ന ഇഹ്യാ സുന്ന പബ്ലിക്കേഷൻ മർക്കസ് ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിയതായ പുസ്തകത്തിന്റെ 32ാമത്തെ പേജ്. അതിൽ കാണാം, മദീനയിലെ അമീറായിരുന്ന സയ്യിദ് ഹസനുൽ മലീഹ് ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്ന മഖ്ജൂറിനെ സന്ദർശിച്ച അവസരത്തിൽ സയ്യിദ് ഹസൻ അദ്ദേഹത്തിന് നൽകിയ സമ്മാനം 14 തിരുകേശങ്ങളായിരുന്നു. മഖ്ജൂർ അർഹമായ ആദരവോടെ അത് സ്വീകരിച്ചു സൂക്ഷിച്ചെങ്കിലും പിന്നീട് ചിലർ അതിൽ സംശയം പ്രകടിപ്പിച്ചു. ഇതെങ്ങനെ തിരുകേശമാകും? അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരുടേതെങ്കിലും ആയിരിക്കും. ഈ വിവരം അറിഞ്ഞതായി സയ്യിദ് ഹസൻ മഖ്ജൂറിനെ സമീപിച്ച് താൻ നൽകിയ സമ്മാനം തിരികെ ആവശ്യപ്പെട്ടു. സമ്മാനം തിരികെ നൽകിയപ്പോ തീ കത്തുന്ന ഒരു ഉരക്കല്ല് കൂടി ആവശ്യപ്പെട്ടു. ഉരക്കല്ല് ഹാജരാക്കി. തിരുകേശങ്ങൾ ഉരക്കല്ലിൽ വെച്ച് അഗ്നിക്കിരയാക്കി. അത്ഭുതം, ഒരു കേശം പോലും കത്തിയില്ല. മഖ്ജൂർ പൊട്ടിക്കരഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, മാപ്പപേക്ഷിച്ചു. ഞങ്ങളുടെ ചെയ്തിയുടെ പേരിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾ ലജ്ജിക്കുന്നു. പിന്നീട് അമിതമായി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചു. കുതിരപ്പുറത്ത് കയറിയപ്പോ അദ്ദേഹത്തിന്റെ കാൽ പിടിച്ച് ചുംബിക്കുക വരെ ചെയ്തു. താരിഖുൽ ഇസ്ലാം ദഹബി വാല്യം 27 പേജ് 407 സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതിയതായ ഒരു പുസ്തകത്തിന്റെ പേജാ വായിച്ചത്. പ്രാമാണികമായി കൊണ്ട് മുൻഗാമികളായ ആളുകൾ ഇതിലിങ്ങനെ സംശയമുണ്ടാകുമ്പോ, കാരണം രേഖയില്ലാത്തത്, പരമ്പരാഗതമായി കൊണ്ടുവരാത്തത്, തെളിയിക്കാൻ കഴിയാത്തതായ സാധനത്തിൽ സംശയം തെളിയിച്ചാൽ, സംശയം വന്നു കഴിഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ അത്തരം ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി? അവിടെ കിടന്നുകൊണ്ട് ഉരുളുകയല്ല. ആണത്തമുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പ്രാമാണികമായി കൊണ്ട് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ അംഗീകരിച്ചതായ ആസാറിന്റെ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതായ മുടി ഞങ്ങളുടെ കയ്യിലുള്ളതും അത് തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരീക്ഷണത്തിന് നിങ്ങൾ സന്നദ്ധരാണോ? എന്താ നിങ്ങൾക്ക് മടി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ അറച്ചു നിൽക്കുന്നത്? സാധനം കത്തിപ്പോവും, നിങ്ങൾക്കറിയാം. സാധനത്തിന്റെ നീയലുണ്ട്, നിങ്ങൾക്കറിയാം. കാരണം വരാനിരിക്കുന്ന ചില വസ്തുതകളിലേക്ക്. ഇനി പറയുന്നത്, അഹമ്മദ് ഹസ്രജിക്ക് മുടി കിട്ടിയത് തന്റെ പിതാവായ മുഹമ്മദ് ഹസൻ ഹസ്രജിയിലൂടെ, അങ്ങനെ മാലിക് ബിൻ അജ്ലാനിലൂടെ അങ്ങനെ പരമ്പരാഗതമായി കൊണ്ടായിട്ടായിരുന്നു എന്നായിരുന്നു 2009 ജനുവരി മുതൽ ഇവർ വാദിച്ചിരുന്നത്. മുടി നമുക്ക് കിട്ടുകയും നമ്മൾ പത്രസമ്മേളനം നടത്തുകയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജാലിയാവാല എന്ന് പറയുന്ന മുടി കച്ചവടക്കാരനിൽ നിന്ന് തന്നെയാണ് മുടി ശേഖരിച്ചത് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോ അദ്ദേഹം പറയുന്നു, ആണെങ്കിൽ തന്നെ നിർമ്മിച്ചതും ഇവിടുന്ന് കൊണ്ടുപോയതാണ് എന്ന് അവർ പറയുന്നതിന് തെളിവ് അവർ ഉദ്ധരിച്ചിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ട് തെറ്റാണെന്ന് അതിനും അവർ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. സമ്മതിക്കുന്നിടത്തേക്ക് എത്തിയതാ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സിറാജിന്റെ താളുകൾ തന്നെ ഞങ്ങൾക്ക് പിഴവ് പറ്റിയതാകുമ്പോ നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള പ്രശ്നങ്ങൾ ഞങ്ങളെ ബാധിക്കോ? അവിടേക്ക് എത്തുന്നുണ്ട്. കാരണം പ്രവാചക നിന്ന ഞങ്ങൾ അങ്ങനെ നടത്തുന്നവരാണ്, പ്രവാചകന്റെ മേൽ കളവ് പറയുന്നവരാണ് എന്ന് ഞങ്ങൾ പറയുമ്പോ അഹമ്മദ് ഹസ്രജിയെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ പിഴവ് പറ്റിയതാണെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. സമ്മതിക്കുക, അതങ്ങോട്ട് പരസ്യമായിട്ട് സമ്മതിക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ മുടി തിരിച്ചു കൊടുത്ത് ഖേദം പ്രകടിപ്പിച്ച് കൊള്ളാമെന്ന്. അതങ്ങ് ചെയ്തേക്കുക, അത്രേ പ്രശ്നമുള്ളൂ. വെറുതെ പിടിച്ചു തൂങ്ങി നിൽക്കണ്ട. നിങ്ങൾ പിടിപ്പിച്ച പൈസ അതൊക്കെ നിങ്ങൾ തന്നെ യോഗം കൂടിക്കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണല്ലോ പണിയെടുത്തത്. ആര് യോഗം ചേർന്നിട്ട്? മാപ്കോ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ്. ആരാണ് ഇതിന്റെ ആൾക്കാർ? ആരാണ് ഇതിന്റെ ആൾക്കാർ? എ പിയും ഹക്കീമും, അതായത് എ പിയും മകനും
കുറച്ച് ചില ആളുകളും മാത്രം, അതിന്റെ അപ്പുറം ആരുമില്ല. ഇൻഷാ അല്ലാഹ് ചില പുതിയ വെളിപ്പെടുത്തൽ കൂടി വരാനിരിക്കുന്നു ഇതിന്റെ പ്രക്ഷോഭ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന വിഷയം. ഇനി ഇവർ പിന്മാറിയിട്ടില്ലെങ്കിൽ അത്തരം ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾക്ക് കൂടി കേരളം സാക്ഷ്യമാവേണ്ടി വരുമെന്നുകൂടി ഇവരെ ഞങ്ങൾ താക്കീത് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഇത് ചില്ലറ പ്രശ്നമല്ല. സമൂഹത്തിനെ വെച്ചുകൊണ്ട് ഇവർ നടത്തിയതായ കച്ചവടത്തിന്റെ ഓരോ നേർപ്പകർപ്പുകൾ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പിന്മാറിയേക്കുക, നിങ്ങൾ ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങ് ചെയ്തേക്കുക. അതിന്റെ അപ്പുറം നിങ്ങൾ ഒന്നിന് മുതിരുകയാണെങ്കിൽ ഇനിയും, അതായത് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ കാര്യദർശി സമര പ്രഖ്യാപനം നടത്താനിരിക്കുന്നു. കേരളം പ്രക്ഷുബ്ധമാകും, സംശയിക്കണ്ട. ഞങ്ങൾ അതിന് ഉറച്ച കാൽവെപ്പോട് കൂടി കൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. ആ മുടി അവിടെ വെക്കുകയാണെങ്കിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും അത്തരം ഒരാസാറും കൊണ്ട് തന്നെയാണ് നിങ്ങൾ നീങ്ങുവാൻ നിങ്ങളുടെ ഭാവമെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. മറ്റു പലതും അതോട് ഉപോത്ബലകമായി ഞങ്ങൾക്ക് സമൂഹത്തോട് പറയേണ്ടി വരും. പറയുവാൻ ഞങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി അറിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മറിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ചില്ലറ സാധനങ്ങളൊന്നല്ല. നോക്കൂ നിങ്ങൾ, ആ അലമാരയിൽ നിന്നുകൊണ്ട് ജാലിയാവാല വലിച്ചെടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. ചില ആധാറുകൾ എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്ത ക്ലിപ്പും കൂടി തുറന്നോളൂ. അവിടെ സൗണ്ട് ഒഴിവാക്കണേ. ആ രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതായ ആധാറുകൾ എന്ന് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതായ 40ഓളം വിശേഷണങ്ങൾ. അതിന്റെ കൂട്ടത്തിലാണ് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കളർ ഫോട്ടോ അടക്കമുള്ളത്, മിക്ക ഇമാമിങ്ങളുടെയും താടി രോമങ്ങൾ അടക്കമുള്ളത്. ഇങ്ങനെ ഒരു ആളുകളെ വ്യാജ കേശമുണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളെ കുറിച്ചാണ്. മഹാനാണ് അദ്ദേഹം നിരവധി പള്ളികളുടെ ഇമാമുകളെ വിളിച്ചുകൊണ്ട് മൗലൂദ് നടത്താറുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടുത്തെ കാന്തപുരത്തിനെ പോലത്തെ ചില കുട്ടികൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവാം. എല്ലാ നാട്ടിലും അത്തരത്തിലുള്ള തെറിച്ച കൊള്ളികൾ ഉണ്ടല്ലോ. അതുപോലെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ളതായ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. ഖസ്റജിക്ക് മുടി കൊടുത്തത് ഞാൻ തന്നെയാണ് എന്ന് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല സമ്മതിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങൾ കാണുവാൻ പോകുന്നത് തനിക്ക് മുടി കിട്ടിയത് ഇവിടെ വന്നുകൊണ്ട് കോട്ടക്കൽ വെച്ചുകൊണ്ടാണ് ആദ്യമായിക്കൊണ്ട് അദ്ദേഹം വായിച്ചതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലക്ക് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഴിയിലൂടെയാണ് നേരത്തെ ഒരുപാട് വേദികളിൽ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസിലയിലൂടെയാണ് മുടി വന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി വഴിയിലൂടെയാണ് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലാക്ക് മുടി വന്നത് എന്ന് വ്യാജ സനദ് ഉണ്ടാക്കിയപ്പോ, ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ഉണ്ടാക്കി അത് സനദാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ എന്തു പറയുന്നു? തനിക്ക് മുടി കിട്ടിയത് തന്റെ പിതാമഹനായ ജലാലുദ്ദീൻ ഉസ്മാന്റെ കരങ്ങളിൽ കൂടിയാണ് എന്ന് സാക്ഷാൽ ഇഖ്ബാൽ മുഹമ്മദ് പറയുന്നു. കാന്തപുരം വായിച്ചതായ ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി എവിടെ? ആ പരമ്പരയിൽ വായിച്ചുകൊണ്ട് പണ്ട് ഖുത്ബുദ്ദീൻ ഫിർദൗസി എന്റെ അടുക്ക് കാണാതെയായിരുന്നു. തനിക്ക് മുടി കിട്ടിയത് ഇങ്ങനെയാണെന്ന് പറയുന്നു. ഈ ജാലിയാവാലയോട് ബന്ധപ്പെടാതെ തട്ടിക്കൂട്ടിയതായ നേരത്തെ പറഞ്ഞ സഖാഫിമാരുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ സനദ് ചോദിച്ചപ്പോ നിൽക്കക്കല്ലിയില്ലാതെ തട്ടിക്കൂട്ടിയതായ സനദിൽ ഈ ജലാലുദ്ദീൻ ഉസ്മാൻ ഇല്ല. ആ കാരണം തട്ടിക്കൂട്ടിയതായ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസിലയാണ്. ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഏത് രൂപത്തിലൂടെയും ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇതിനോട് നമ്മൾ വായിക്കേണ്ടത്. ഇപ്പോ നമുക്കില്ലാത്ത വാദങ്ങൾ നമുക്ക് മേലെ കെട്ടിവെക്കുവാനാണ് ഇവർ നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും സനദുണ്ടാവണമെങ്കിൽ അത് ചേളാരിക്കാര് കണ്ടുകൊണ്ട് ബോധ്യപ്പെടുത്തണം എന്ന ഒരു വാദം നമുക്കുണ്ടത്രേ. ആരാ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്? ലോകത്ത് എവിടെ സനദുണ്ടെങ്കിലും ആ സനദ് ഞങ്ങൾക്ക് കാണണം, കണ്ടു ബോധ്യപ്പെടണം. ഞങ്ങൾ അംഗീകരിക്കണം, ചേളാരിക്കാർ അംഗീകരിക്കണം. അത്രേ. ചേളാരിക്കാർ അവരുടെ വകമായിട്ടുള്ളതായ ഒരു പദപ്രയോഗം നടത്തട്ടെ. അവരുടെ ഭാഷ ഞാൻ കടമെടുത്തുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇവിടെ ഇങ്ങനെ ഒരു വാദം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉന്നയിച്ചിട്ടുണ്ടോ? കീ ഘടകങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടതായ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ സനദ് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് കാന്തപുരത്തോട് ഞങ്ങൾ സനദ് ചോദിച്ചു. അതിന്റെ കാരണവും ഞങ്ങൾ വിശദീകരിച്ചു. പല ഉരുവായിക്കൊണ്ടു. മറുപടി നിങ്ങൾക്കുണ്ടോ? ഇത് വ്യാജമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടു. എന്തേ നിങ്ങൾ പിന്മാറാത്തത്? ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം പച്ചപ്പുള്ളു പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നോക്കൂ, നിങ്ങൾ ലോകത്തുള്ളതായ എല്ലാ ആളുകളും
തീരുമാനമെടുക്കുകയാണെങ്കിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരോട് ചോദിച്ചിട്ട് ലോകത്തെല്ലാ പണ്ഡിതന്മാരും തീരുമാനമെടുക്കുള്ളൂ അത്രേ. നോക്കൂ, ഒരാൾ രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മക്കയിലെ പ്രമുഖരായ പണ്ഡിതന്മാര് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹമ്മദ് മാലിക്കി പരിശുദ്ധമായ ഹറമിന്റെ സമീപത്ത് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. മുഹമ്മദ് മാലിക്കി തങ്ങളുടെ കുടുംബം അബ്ബാസ് മാലിക്കി പരിശുദ്ധമായ മക്കത്ത് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. അവരെല്ലാവരും ഒരു മതകീയമായ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോഴിക്കോട് കാന്തപുരത്ത് ജനിച്ച കാരന്തൂരിൽ ഇന്ന് ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനോട് വിളിച്ചു ചോദിക്കുന്നു, പ്രിയപ്പെട്ട ശൈഖ് അബൂബക്കർ അഹ്മദ്, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? മക്കത്തെ പള്ളിയിലെ ഹറമിലെ ബാബുസലാമിൽ ദർസ് നടത്തിയിരുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അലവി ബിൻ അബ്ബാസ് മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കുടുംബം മക്കയിലെ ഇന്നും അറിയപ്പെടുന്ന പണ്ഡിത തറവാടാണ്. അവർ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ. അങ്ങ് യമൻ എന്ന് പറയുന്ന രാജ്യത്ത് തരീം എന്ന് പറയുന്ന ലോക ഇസ്ലാമിക സാംസ്കാരികതയുടെ തലസ്ഥാനമാണ്. അവിടെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീം ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യമനിലെ പ്രദേശത്ത് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവരാണ്. അവിടുത്തെ ഉമർ ബിൻ ഹഫീം മതകീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന് അവർ വിളിക്കുന്ന കാന്തപുരം ഉസ്താദിനെ. അങ്ങ് UAE-യിലെ അലിയുൽ ജിഫ്രി എന്ന് പറയുന്ന മതകാര്യ വിഭാഗത്തിൽ ഏറ്റവും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളായ അലിയുൽ ജിഫ്രിയും അലിയുൽ ഹാഷിമിയും വിളിക്കുന്നു, അല്ലയോ ശൈഖ് അബൂബക്കർ അഹ്മദ്, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? അതുപോലെ തന്നെ ഈജിപ്തിലെ ജാമിഅത്തുൽ അസ്ഹർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക സർവകലാശാല, അത് മർക്കസു സഖാഫത്തു സുന്നിയ സന്ദർശിക്കുകയും ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അസ്ഹർ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജാമിഅത്തുൽ അസ്ഹർ എന്ന് പറയുന്ന ഈജിപ്തിലെ ലോകപ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാലയത്തിന്റെ അംഗീകാരമുള്ള അഫിലിയേഷനുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് മർക്കസു സഖാഫത്തു സുന്നിയ. അവിടുത്തെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നത് ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന കാന്തപുരം ഉസ്താദിനെയാണ്. മൊറോക്കോയിലെ പണ്ഡിത സഭയിൽ നിന്ന് വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നിരവധി മദ്രസകൾക്ക് പാഠപുസ്തകം എത്തിച്ചു കൊടുക്കുന്നത് കോഴിക്കോട് മർക്കസിന്റെ ഓഫീസിൽ നിന്ന് ഇംഗ്ലീഷിലും ഉറുദുവിലും ഉണ്ടാക്കിയ പാഠപുസ്തകങ്ങളാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയി അവിടുന്ന് അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതവരേണ്ടരെ ഒരുപക്ഷെ കേരളീയരായ നമുക്ക് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാകില്ല, അറിയാൻ വേദിയുണ്ടായിട്ടില്ല. ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ അറബി പാഠപുസ്തകങ്ങൾ UAE-യിലെ മതകാര്യ വകുപ്പ് അംഗീകരിച്ച് ഇപ്പോൾ അവിടുത്തെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യത്ത് പഠിപ്പിക്കാൻ മലയാണ്മയിൽ നിന്നുണ്ടാക്കിയ അറബി ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള രാഷ്ട്രങ്ങളെല്ലാം എണ്ണിങ്ങാഞ്ഞിട്ട് ആര് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു, ശൈഖ് അബൂബക്കർ, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാൻ പോകുന്നു, ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കണം? ഇത് കേട്ടുകൊണ്ട് തക്ബീർ ചെല്ലുവാൻ ചില കൂലിപ്പട്ടാളക്കാരും ഉഷാറായില്ലേ, ശൈഖുനാന്റെ പദവി കൂടുന്നു. പിന്നെ അദ്ദേഹം കൊണ്ടുവരുന്നത് എന്തും ഇങ്ങനെ കണ്ണും ചുമ്പി വിടാൻ പോലും നിൽക്കൂലേ? നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ വണ്ടി മർക്കസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഓഫായി പോകുന്ന വണ്ടി ചാട്ടാകുന്നില്ല. അത്രേ നമ്മളെ പഴയ സ്വപ്നജീവിയാണ്. അപ്പോ മട പോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക് നീങ്ങി. ആ മടവൂരി ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മരിച്ച സമയം പോലും തെറ്റിച്ചുകൊണ്ടാണ് നുണ പറയുമ്പോൾ എന്തോ ലൈസൻസ് ഉണ്ടോ? നിങ്ങൾ കേട്ടോളി, ചരിത്രത്തിലേക്ക് കടന്നു. ജനാസാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. AB ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോ വേറൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്, കുട്ടികളെ ശ്രദ്ധിച്ചോളി.
നിങ്ങൾ ഈ ഷെഹറെ മുബാറക് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ വലിയ പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? യുഎയിലെ ഷെയ്ഖ് സായിദിനെ അനുകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തടി വെക്കാനായിരുന്നു. അപ്പൊ ഇപ്പറഞ്ഞതിനോട് എതിരായി വരും ബഹുമാനപ്പെട്ട CM-ന്റെ കറാമത്ത് ഒരു അവസരത്തിൽ പറഞ്ഞ് കാന്തപുരത്തിന്റെ കറാമത്തുമായി മുട്ടിച്ച് മർക്കസിന്റെ മുമ്പിൽ വണ്ടി ചാട്ടാവാണ്ട് ഓഫായത് പറഞ്ഞ് അവസാനം എത്തിപ്പെട്ട് നിങ്ങൾ എവിടെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നുള്ളിടത്തേക്ക് ചർച്ചകൾ നീണ്ടിപ്പോണ്ടി വരും. വെറുതെ ഇദ്ദേഹത്തെ ഇപ്പൊ ഉറങ്ങാൻ വിടുന്നില്ല കുട്ടികൾ. CM വലിയുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കുക എന്ന് പറയുന്നത് ഇവരുടെ നല്ലൊരു താല്പര്യമാണ്. ഒരു പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരുണ്ടായിരുന്നു ഇവർക്ക്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ബൈത്തുൽ ഇസ്സ എന്ന പേരിൽ നരിക്കുനി കേന്ദ്രീകൃതമായിക്കൊണ്ട്. അവിടെ കുറച്ചു കാലം മുമ്പ് ഈ ഇവരുടെ സിറാജിലൊക്കെ പരസ്യങ്ങൾ വന്നിരുന്ന സാധനമൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. എന്താ വന്നത്? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അംഗസ്നാനത്തിന് വേണ്ടി ഉപയോഗിച്ചതായ ഉറവിടം കണ്ടെത്തി. ആ കുണ്ടിന്റെ ഫോട്ടോ, ഇതാണ് സാധനം. അത് പറ്റിപ്പോയി. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ ഒരു കുണ്ട്, ആ വെള്ളമുണ്ടായിരുന്നതായ ആ ജലാശയം അതങ്ങോട്ട് പറ്റിപ്പോയി. എന്ത് ചെയ്യാൻ? ഇവർ തൊട്ടതൊക്കെ അങ്ങനെയാ. അവസാനം അവിടെ അണ്ണാച്ചിളെ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് ഒരു കല്ലിൽ CM-ന്റെ കാൽപാദം പതിഞ്ഞതായ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലൊക്കെ കൊത്തിയെപ്പിച്ചു. അണ്ണാച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടികളൊക്കെ പോയി അടിച്ച പൊളിച്ചാഞ്ഞു. അതിന്റെ കീഴിൽ തന്നെ അവർ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. CM സുജൂദ് ചെയ്തതായ പള്ളി എന്ന് പറഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്ന പിക്ചർ ഉണ്ട്. CM വലിയുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തുവാൻ ശ്രമിച്ചതായ മറ്റൊരു ചൂഷണമായിരുന്നത് പൊന്താൻ സാധിച്ചിട്ടില്ല. ആ കാട് പിടിച്ചുങ്ങാട്ട് കിടക്കുകയാണ് അതിന്റെ പരിസരങ്ങളൊക്കെ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമിന് ബദലായിക്കൊണ്ട് സെന്റർ എന്ന് പറഞ്ഞ് പുതിയ പ്രതിഷ്ഠയും അതിന്റെ പിരിവ് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കി ജനങ്ങളെ എങ്ങനെയൊക്കെയും സമാന്തരം ഉണ്ടാക്കാൻ പറ്റുമോ, വ്യാജം നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവർ മുമ്പേ പരിചയപ്പെടുത്തിയതാണ്. സമസ്തയ്ക്ക് പകരമായി വ്യാജ പുസ്തകങ്ങൾ കച്ചടിച്ചു. സമസ്തക്ക് പകരമായി വ്യാജ സമസ്ത ഉണ്ടാക്കി. അതുപോലെ തന്നെ മക്കാമുകൾക്ക് പകരമായി വ്യാജ മക്കാമുകൾ ഉണ്ടാക്കി. ഇപ്പോ വ്യാജ കേശവുമായി കടന്നു വന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ വ്യാജന് പകരം വ്യാജൻ, അത് വ്യാജന്മാർക്ക് എപ്പോഴും തേടുന്നതാണ്. ചേരുമ്പടി ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെ ചേർത്ത് നോക്കിയാൽ പലതും നമുക്ക് കിട്ടും. ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇരിക്കട്ടെ, ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഈ പകരനെ പിടിച്ചു കെട്ടി സ്വപ്നം കാണുന്നതിന്. അപ്പോ പുതിയൊരാളുണ്ട്, നമ്മളെ താഹിർ സക്കാഫി മഞ്ചേരി, തടിമല മുടി, കൈമല മുടി, തലേല മുടി എന്ന് പറഞ്ഞു വന്നൊരു സാധനം ഉണ്ടല്ലോ. അയാളതാകുന്നപ്പോ ഒരു പുതിയ സ്വപ്നം കാണുന്നു. എന്ത്? ഈ മാലിക്കിയുടെ പുത്രൻ അഹമ്മദ് മാലിക്കി സ്വപ്നം കാണുകയായി നേരിട്ട് കൊണ്ടൊരു അനുഭവം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ അടുക്കൽ ചെന്നുകൊണ്ട്, അതാ റസൂലെ അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരൂ, ഒരുപാട് മഹാന്മാർ അങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചിട്ടില്ലേ, ഞാനും ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവസാനം ഒരു കൈ നീണ്ടുവന്നു. ആ കൈ ഞാൻ പിടിച്ചു കുറെ സംഗതികൾ, എന്റെ സങ്കടമൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോ ആ കൈ റസൂലുള്ളാന്റെ കൈയല്ല, അബൂബക്കർ അഹമ്മദിന്റെ കൈയാണ്. കേൾക്കുന്നു മകൻ അഹമ്മദ് മാലിക്കി തങ്ങൾ ഈ കഴിഞ്ഞ റമളാനിൽ എന്നോടൊരു കഥ പറഞ്ഞു. എന്താണ് കഥ എന്നറിയുന്നു? എന്റെ കൂടെ ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദുണ്ട്, അതുപോലുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ കൂടി പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ ബൈത്ത് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിയിട്ട് അവസാനം ഓ പ്രിയപ്പെട്ട നബിയെ, അങ്ങന്റെ കൈ പിടിച്ചാലും എന്ന് ഞാൻ പറയുമ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ ഹബീബിനോട് ഇസ്തിഗാസ ചെയ്ത് കരഞ്ഞ് ചെയ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നേരിട്ട് വന്ന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ എനിക്കും കൈ തരുവാൻ അള്ളാഹുവിന്റെ ഹബീബിന് കഴിയുമല്ലോ. ഇത് ചിന്തിക്കുമ്പോ ഞാൻ പരിസരം മറന്നുപോയി. ആ നിമിത്തിൽ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാനൊരു പ്രത്യേക ലഹരിയിലെത്തിയപ്പോ അതാ എന്റെ കയ്യിലൊരു കൈ വന്ന് നിൽക്കുന്നു. ഞാൻ കണ്ണു ചുണ്ടി ആ കൈ അമർത്തിപ്പിടിച്ചെന്റെ സങ്കടം മുഴുവനും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ കയ്യിലേക്ക് വെച്ചിരിക്കുന്ന കയ്യ് എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിനിധിയായി എന്റെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കയ്യ് ഷെയ്ഖ് അബൂബക്കർ
അബൂബക്കർ ബിൻ അഹ്മദിന്റെ കയ്യായിരുന്നു എന്നതുകൊണ്ട് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ വലിപ്പം മക്കളെ കേരളീയായ നിങ്ങൾക്കറിയില്ല. എനിക്കൊരുപാട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് മാലിക്കി തങ്ങൾ കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവര് പണി നിർത്തിയിട്ടില്ല, ഇനി ഇങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞ് നമ്മൾ മുൻ സമയങ്ങളിലൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം കാണിച്ചതായിരുന്നാലും ഇപ്പോഴും ഉളുപ്പില്ലാണ്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് ആ സാധനം കാണിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അടിസ്ഥാനപരമായ ഇഅ്തിഖാദുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതൊരിക്കലും ഓർമ്മയിൽ നിന്നുകൊണ്ട് മറിഞ്ഞു പോകാൻ പാടില്ലാത്തതായതുകൊണ്ട് അത് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നു. അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഇടയിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യാനില്ല. അത് മറന്നു പോവരുത്. കാരണം ഇവിടെ ഇങ്ങനെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ബഡായികളും പൊട്ടിച്ച് വളർത്തിയ സാധനമാണത്. ആ കാറ്റ് ഒരു സൂചി കുത്തിയ പൊട്ടും, സംശയിക്കണ്ട. അങ്ങോട്ടാണ് പോക്ക്. അല്ല, അതിന് കാലതാമസമില്ലാതെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെന്തൊക്കെ പൊള്ള പറഞ്ഞത്? CM വലിയുള്ളാഹി റളിയല്ലാഹു തആല അൻഹു സുബീക്ക് തന്നെ ഇവര് ജനാസ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. മരിച്ചത് 9 മണിക്കാ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെങ്കിലും പഠിച്ചുകൂടെ? എന്നിട്ട് പൊലമ്പിയാ പോരെ? പണ്ട് നാടന്മാര് ചോദിക്കാറുണ്ട്, ഉസ്താദ്മാര് കടന്നു വരുന്നുണ്ട്, നിർത്തിയാണ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ വണ്ടി ചാട്ടായില്ല എന്ന് പറഞ്ഞ സംഭവം, അങ്ങനെ വണ്ടി അവിടെ നിന്നിട്ടില്ല. CM വലിയുള്ളാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുമായി കൊണ്ടുപോകുന്നതായ വണ്ടി ഇവരുടെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഓഫായി പോയി എന്ന് പറഞ്ഞത് വ്യാജം ചമച്ചതാണ്. ബഹുമാനപ്പെട്ട മഖാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന CMുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വണ്ടി അവിടെ ഓഫായിട്ടില്ല എന്ന് തെളിയിക്കാൻ സന്നദ്ധരാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയുക. കാരണം മൂപ്പരിങ്ങനെ തന്നെ എല്ലാം പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ ചിലത് കൂടി വന്നുപോയി എന്ന് മാത്രം. അതാ, ഇങ്ങനെ സംഭവിച്ചാൽ വ്യാജകേശമാണെന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ പിന്മാറിക്കൊള്ളാം, ഞങ്ങൾ അത് നിർത്താം എന്ന് സാക്ഷാൽ കാന്തപുരം തന്നെ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. ആ ഭാഗം ഒന്ന് കേൾക്കൂ. അഹമ്മദ് ഹസറജിയുടെ അടുക്കൽ പോയി സനദില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും ഖേദിച്ചു മടങ്ങണം. അതുവരെ അവർ നിർത്തണം. എന്തേ ഖേദിച്ചു മടങ്ങാൻ ഇപ്പോൾ മടി? അഹമ്മദ് അസ്ഹരിയുടെ കയ്യിൽ സനദില്ല. അദ്ദേഹം പറഞ്ഞത് പച്ചപ്പൊള്ളാണ്, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതും പച്ചപ്പൊള്ളാണ് എന്ന് വ്യക്തമായിട്ടും എന്തേ നിങ്ങൾക്ക് നിർത്താൻ മടി? നിങ്ങൾ പല രീതിയിലും ഇപ്പോൾ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇതാ സിറാജിൽ നിങ്ങൾ എഴുതി. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ ആസാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ച അതിനെ ആദരിക്കുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും ചെയ്തവരുടെ വിധി എന്താണ്? അങ്ങോട്ടെത്തി. ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്, ക്ഷമിച്ചേക്കണേ, പോരാ, നിങ്ങൾ അതങ്ങോട്ട് തുറന്നു പറയും. ഞങ്ങൾക്ക് അങ്ങനെ ഈ അഹമ്മദ് അസ്ഹരിയെ ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാ, അതുകൊണ്ട് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു. അതങ്ങോട്ട് പറയ്. എന്തിനാ നിങ്ങൾ ഇപ്പോഴും ഈ ദുരഭിമാനവുമായി നടക്കുന്നത്? ആ മുടി വ്യാജമാണെന്ന് തെളിയിക്കുവാൻ പറ്റിയതായ എല്ലാ രേഖകളും ഞങ്ങൾ ഹാജരാക്കി. അതിവ്യക്തമായി നിങ്ങൾക്ക് ബോധ്യം വരികയും ചെയ്തു. എന്നിട്ടും ആ വ്യാജകേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം അതിന്റെ കൂട്ടത്ത് സൂചിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതായ സംഭവം, റമദാൻ 11 ഈ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ഓണംപള്ളി ഉസ്താദും ഒക്കെ അങ്ങോട്ട് കടന്നു വരുന്നതിന്റെ തലേന്ന് അവിടെ നാഷണൽ കമ്മിറ്റി UAE നാഷണൽ കമ്മിറ്റി SKSF-ന്റേതായ പത്രക്കുറിപ്പിറക്കി. പേരോട് അവിടെ ഉണ്ടായിരുന്നു, CFIC ഉണ്ടായിരുന്നു, AP ഉണ്ടായിരുന്നു, അതുപോലെയുള്ളതായ എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. പോവാ നമുക്ക് അഹമ്മദ് അസ്ഹരിയുടെ അടുക്കലേക്ക് എന്ന് ചോദിച്ചു. ഇല്ല, അവര് പിന്മാറുകയാ ഉണ്ടായത്, അല്ലേ? ഇതുവരെ എന്നിട്ട് ഈ വ്യാജ ക്ലിപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അദ്ദേഹം ദുബായിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ബോംബെയിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അബുദാബിക്ക് ചെന്നപ്പോ അബുദാബിക്ക് വിളിച്ചു ചോദിക്കും, ഞങ്ങൾ ബോംബെക്ക് വരാൻ തയ്യാറുണ്ടോ? ആദ്യത്തെ മുടി അവിടുന്നല്ല, അവിടുന്ന് തുടങ്ങുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ അങ്ങോട്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിർത്തുവാനല്ലാതെ മറ്റെന്തിനാണ് ഇവർക്ക് സാധിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന
പല ഇവരുടെ സ്വഭാവ വിശേഷതകളും കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിഷലിപ്തമായ ആശയഗതികൾ വരുത്തി തീർത്തുകൊണ്ട് സമൂഹത്തെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുവാനും അവരുടെ വിശ്വാസത്തെ നിഗ്രഹിക്കുവാനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ കബളിപ്പിക്കൽ നിർത്തിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റു പല സമര രീതികളും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. നിർത്തലായിരിക്കും സാക്ഷാൽ കാന്തപുരത്തിന് നല്ലത്. ഇനിയും കുട്ടിക്കുരങ്ങുകളെ ഇറക്കി വിട്ടുകൊണ്ട് ചുടുചോറ് മാന്തിക്കാനാണ് ഭാവമെങ്കിൽ ആ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ അംഗം ചേലക്കാട് ഉസ്താദ്, അഭിവന്ദനായ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട്, CSK തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സംഘടനാ നേതാക്കളെ, ഈ പരിപാടിയിൽ സജീവമായി കാലത്ത് 10 മണി മുതൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മധീരരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും കർമ്മധീരരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ,